കേസും വിവാദങ്ങളും കോകിലയുമായുള്ള 4ാം വിവാഹവുമെല്ലാമായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടൻ ബാലയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചർച്ചാ വിഷയം. അടുത്തിടെ നടന്റെ മുൻ ഭാര്യ എലിസബത്തും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ബാലയ്ക്കൊപ്പം കഴിഞ്ഞ നാളുകളിൽ കൊടിയ പീഡനവും ഉപദ്രവവും തനിക്ക് നേരിടേണ്ടി വന്നുവെന്നാണ് എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇതുവരെയും നടനെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല. എലിസബത്തുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് ഇപ്പോഴത്തെ ഭാര്യ കോകിലയെ ബാല വിവാഹം ചെയ്തത്. ഇരുവരും അടുത്തിടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാനായി യൂട്യൂബ് ചാനലും ആരംഭിച്ചിരുന്നു. തൻ്റെ കണ്ണിൽ കോകിലയാണ് ഏറ്റവും സുന്ദരിയെന്ന് പറയുകയാണിപ്പോൾ ബാല. ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്നോട് പ്രണയം പറയാൻ അമേരിക്കയിൽ നിന്നും എത്തിയ പെൺകുട്ടിയെക്കുറിച്ചും അഭിമുഖത്തിൽ നടൻ വെളിപ്പെടുത്തി. 3 വയസ്സ് മുതൽ കോകില എനിക്കൊപ്പം വളരുന്നുണ്ട്. എന്നിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം 4 പേർക്ക് നല്ലത് ചെയ്യുന്നു എന്നതാണ്. എന്നാൽ എൻ്റെ ഭാര്യയായ ശേഷം പരോപകാരം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് കോകില എന്നോട് ചോദിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ സഹായിക്കുന്നവർ തന്നെ നാളെ വന്ന് എന്നെ കുത്തുന്നു. അടുത്തിടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കാൻ പോയപ്പോൾ ഒരാൾ എൻ്റെ 25,000 രൂപ പറ്റിച്ചു. എൻ്റെ ഭാര്യ സിനിമാ നടിയല്ല, ഗായികയല്ല, ഉയരമുള്ള പെൺകുട്ടിയല്ല, തടിയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരി. ഇത് ഞാൻ ജീവിച്ച് പഠിച്ച പാഠമാണ്. ഞാൻ മരണത്തിൻ്റെ വക്കിൽ നിന്നപ്പോൾ എനിക്ക് മാമനെ തന്നെ മതിയെന്ന നിലപാടിൽ കോകില ഉറച്ചു നിന്നിരുന്നു. ഞാൻ പക്ഷേ അന്നൊന്നും ഭാര്യയായി കോകിലയെ സങ്കല്പിച്ചിരുന്നില്ല. അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ അമ്മ ഒരുമിച്ച് ജീവിച്ച് നോക്കാനാണ് ഉപദേശിച്ചത്. ഞാൻ നിൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചതെന്ന് നീ കരുതിയോ? എന്നിട്ടും ഞാൻ 3 പ്രസവിച്ചില്ലേ എന്നും അമ്മ ചോദിച്ചു. കോകിലയ്ക്കൊപ്പം താമസിച്ചു തുടങ്ങിയപ്പോഴാണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. പ്രണയം, കാമം, സൗഹൃദം, ഭാര്യ എന്നതെല്ലാം ഒരാളിൽ നിന്ന് ലഭിക്കുമ്പോൾ വീട് സ്വർഗമാകും. ഞങ്ങൾ ഹണിമൂൺ ഇതുവരെ പോയിട്ടില്ലെന്നും ബാല പറഞ്ഞു. എന്നെ പ്രപ്പോസ് ചെയ്യാൻ അമേരിക്കയിൽ നിന്നും ഒരു പെൺകുട്ടി വന്നിരുന്നു. കാണാൻ നടി തൃശ്ശയെ പോലെ ഇരിക്കും. അതീവ സുന്ദരിയായിരുന്നു. എൻ്റെ അടുത്ത് വന്നിരുന്ന് ബാലച്ചേട്ട എന്ന് വിളിച്ച് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയതും ഞാൻ ചിരിക്കാൻ തുടങ്ങി. അവിടേക്ക് ഉടൻ കോകില വന്നു. റൂമിലായിരുന്നു കോകില. എൻ്റെ മാമൻ്റെ മകളാണെന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എനിക്കൊപ്പമാണ് താമസമെന്നും ഞാൻ പരിചയപ്പെടുത്തി പറഞ്ഞു. അതോടെ ആ പെൺകുട്ടിയുടെ മുഖം മാറി. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ആ പെൺകുട്ടി ചോദിച്ചിരുന്നു എന്നും ബാല പറയുന്നു. ബാലയെക്കുറിച്ച് പറയുമ്പോൾ കോകിലയ്ക്കും 100 നാവാണ്. പരിചയമില്ലാത്തവരോട് പോലും അളവില്ലാത്ത സ്നേഹം ബാലമാമ കാണിക്കാറുണ്ട്. എന്നിൽ നിന്നും മാമ ഒന്നും ഒളിപ്പിക്കാറില്ല. എന്ത് ചെയ്യുന്നതിന് മുൻപും എന്നോട് പറയുമെന്നാണ് ബാലയെക്കുറിച്ച് പറയുന്നയിടയ്ക്ക് കോകില പറഞ്ഞത്.